നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പാർട്ടി എംഎൽഎ പീഡനാരോപണത്തിൽ കുടുങ്ങിയപ്പോൾ നടപടിയെടുക്കാൻ സിപിഎം മടിക്കുന്നതെന്തുകൊണ്ട്? പാലക്കാട്ടെ പ്രമുഖനെതിരെ പാർട്ടിക്കാരിയായ യുവതി തന്നെ പരാതി നൽകിയിട്ടും 3 ആഴ്ചയോളം അത് മൂടിവെക്കപ്പെട്ടതെന്തുകൊണ്ട്? സംസ്ഥാനത്ത് നടന്ന മറ്റു പീഡന കേസുകളിൽ ആർജവം കാട്ടിയ ഭരണകക്ഷി സ്വന്തം നേതാവിനെ സംരക്ഷിക്കുകയാണോ? പരാതി കിട്ടാതെ പല കേസുകളിലും സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷനും ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പോ? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്ന ഈ വിഷയമാണ്. പി കെ ശശിയെ തൊടാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? പി കെ ശശി പാർട്ടിക്കും തമ്പുരാനോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സ്ആപ്പ് വീഡിയോയായും പ്രതികരണം അറിയിക്കാം. പി കെ ശശി പാർട്ടിക്കും തമ്പുരാനോ? പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാനുള്ള വേദിയാണ് ന്യൂസ് 18 പൊതുവേദി. ഇപ്പോൾ അശോകൻ എന്ന പ്രേക്ഷകൻ വക്കത്ത് നിന്ന് ചേരുന്നു. അശോകൻ, പറയാം താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ. 2 വർഷത്തിന് മുമ്പ് അമേരിക്കയിൽ വെച്ച് ഫ്രാൻസിന്റെ പ്രസിഡന്റായിട്ട് മത്സരിക്കേണ്ടിയിരുന്ന ഒരാള്, എനിക്ക് അയാളുടെ പേര് ഓർക്കുന്നില്ല, അയാള് അമേരിക്കയിൽ വെച്ച് അയാള് താമസിച്ച ഹോട്ടലിന്റെ റൂം ഗേളിന് എന്തോ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് വന്നു. ഈ മനുഷ്യനെ 1 വർഷം അമേരിക്കയിൽ ജയിലിലിട്ടിരുന്നു. അമേരിക്കയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ശരി. ഈ അതേസമയം ഇവിടെ നടക്കുന്നത് എന്താണ്? ഇന്ന് വനിതാ കമ്മീഷൻ ഇതിന്റെ അധ്യക്ഷൻ എന്താണ് പറഞ്ഞത്? പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇതെന്താണ്? ഇത് ആവശ്യമില്ലാത്ത ഈ കമ്മീഷനുകളെ പിരിച്ചുവിടുന്നത്. അത് തന്നെയാണ് ഈ ദുരന്ത നിവാരണത്തിന് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഈ ആവശ്യമില്ലാത്ത വിവരമില്ലാത്ത കമ്മീഷനുകളെ പിരിച്ചുവിട്ട് വേണം. വെറും യാതൊരു ഉപയോഗവുമില്ലാത്ത ഈ വനിതാ കമ്മീഷൻ അംഗത്തിനെ തന്നെ തിരിച്ചു വിളിക്കണം ആ പാർട്ടി. അതാണ് എന്റെ അഭിപ്രായം. ഇത്തരത്തിൽ ഈ മറ്റു പല കേസുകളിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആർജവത്തോടെ അഭിപ്രായം പറഞ്ഞ വനിതാ കമ്മീഷനാണ് ഇന്ന് നിശബ്ദയായിരിക്കുന്നത്. അതാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്ന പാർട്ടി ഇന്ന് പറഞ്ഞ് എന്ത് ഒരു വിവരമില്ലായ്മയ്ക്കും ഒരു അതിരില്ലേ? ഇത് ഇങ്ങനെ ഒരു പറയാൻ പാടുണ്ട. ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ്. അത് പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. കാലാകാലമായിട്ട് ഇങ്ങനെ പരാതികളുണ്ട്. പാർട്ടി അത് തീരുമാനിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കമ്മീഷനുകൾ, ഈ പോലീസ്, ഈ കോടതികളൊക്കെ ഈ രാജ്യത്ത് എന്തിനു വേണ്ടി? അങ്ങനെയാണെങ്കിൽ അതൊക്കെ പിരിച്ചുവിടാമല്ലോ. തീർച്ചയായും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നന്ദി അശോകൻ. ബാലകൃഷ്ണൻ കോഴിക്കോട്ട് നിന്ന് ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകനും ചേരുന്നു. ബാലകൃഷ്ണൻ, താങ്കൾക്ക് പറയാം, ഈ പി കെ ശശിയെ പാർട്ടി പേടിക്കുന്നുണ്ടോ? ബാലകൃഷ്ണൻ, കേൾക്കാമോ? പറയാം. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മറ്റു പല സ്ത്രീപീഡന വിഷയങ്ങളിലും അഭിപ്രായം പറയുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ഭരണകക്ഷി തങ്ങളുടെ സ്വന്തം എംഎൽഎക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നത്? സാർ, ഇതിനെപ്പറ്റി പ്രതികരിച്ചാല് സ്വന്തം പാർട്ടി അല്ല, ഞാനൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തില് വിശ്വസിക്കുന്ന ആളാണ്. ശരി. എന്തുകൊണ്ട് വെച്ചാൽ ഇത് ഭരണപക്ഷത്തും പിന്നെ പഴയകാലത്ത് വിൻസെന്റിനെ പറ്റിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. പറഞ്ഞോളൂ. അത് വെച്ചാൽ ഇത് രാഷ്ട്രീയമായിട്ട് ഒരു എന്താ ഇതിനെ പറ്റി പറയാൻ ചെയ്യണ്ടേ? രാഷ്ട്രീയമായിട്ട് വരെ വ്യത്യസ്തകളുണ്ട് ഇത്. ശരി. ഹലോ. ശരി. രാഷ്ട്രീയമായിട്ട് വരെ വ്യത്യസ്തമുണ്ട്. ഇത് വെച്ചാൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ്. അതെ. ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MLA ആകുമ്പോൾ ഇത് ഈ MLAക്കെതിരായിട്ട് ലൈംഗിക ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അത് ഭരണതലത്തിലും മറ്റു തലത്തിലും സ്വാഭാവികമായിട്ട് പല. താങ്കൾ പറഞ്ഞു വന്നത് മനസ്സിലായില്ല. ഇത് പാർട്ടിയുടെ നടപടി ശരിയാണോ അതോ നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കേണ്ടതാണോ? നടപടി പെട്ടെന്ന് സ്വീകരിക്കണം സാർ. എന്താ കാരണം വെച്ചാൽ ആര് തെറ്റ് ചെയ്താലും ഒരു സ്ത്രീക്ക് അതിക്രമം നടത്താൻ ഏത് പുരുഷനായാലും, അത് MLA അല്ല, ഒരു മന്ത്രിയല്ല, ആരായാലും ശരി, അത് ഉടനെ ഒരു നടപടി സ്വീകരിക്കണമെന്ന് എന്റെ അഭിപ്രായം. ശരി ബാലകൃഷ്ണൻ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കുട്ടനാട്ടിൽ നിന്ന് ആൻസൺ എന്ന പ്രേക്ഷകനും ചേരുന്നു. ആൻസൺ, പറയാം. ആൻസൺ, കേൾക്കാമോ? കേൾക്കാമെങ്കിൽ പറയാം. കേൾക്കാം സാറേ, പറഞ്ഞോളൂ. നമ്മള് ഇതിനു മുമ്പ് ഒരു ശശീന്ദ്രന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തതാണ്. കോടതിയും മാധ്യമങ്ങളും എല്ലാം കണ്ടതാണത്. അതേപോലെ ഒരു
തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ശശിയെ ഇതുപോലെ ഒരു ഒളിവിലിരുന്നൊരു പരാതിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ കൊടുത്ത ആള് ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല. അവർക്ക് പോലീസിലോ കോടതിയിലോ ഒക്കെ പരാതി കൊടുക്കാമായിരുന്നു. പക്ഷെ അവർക്ക് വിശ്വാസമുള്ള പാർട്ടിയിൽ കൊടുക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന പാർട്ടി അത് മോശമാണെങ്കിൽ വീണ്ടും അവർക്ക് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോകാവുന്നതാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ. ഇത് മാധ്യമങ്ങളും മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളും ഇത് കൈകാര്യം ചെയ്തത് വളരെ നിന്ദ്യമായ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാര്യത്തിൽ നമുക്ക് ശരി. ആൻസൺ പെരുമ്പാവൂരിൽ നിന്ന് ജോജി എന്ന പ്രേക്ഷകരും ചേരുന്നു. ജോജി, താങ്കൾക്ക് പറയാം. ഹലോ, ഞാൻ പറയുന്നത് പാർട്ടി കൈകാര്യം ചെയ്തതിന് തെറ്റില്ല. പക്ഷെ കൈകാര്യം ചെയ്ത കാര്യങ്ങള് പോലീസിനെ നേരിട്ട് അറിയിക്കേണ്ട കേസുകളായിരുന്നു. അത് പാർട്ടി അറിയിച്ചില്ല. അത് പാർട്ടിയുടെ പേരിൽ വലിയ തെറ്റാണ്. മറ്റുള്ള കേസുകളിലെല്ലാം പാർട്ടി ഈ കാര്യങ്ങളിൽ മറ്റേ വനിതാ കമ്മീഷനൊക്കെ സ്വമേധയാ കേസെടുക്കണ്ടായിരുന്നു. വിൽസന്റെ കേസില് പ്രത്യേകിച്ചും. അപ്പൊ അതേപോലെ ഈ കേസിലും വനിതാ കമ്മീഷൻ നേരിട്ട് പരാതി എടുക്കണം. പാർട്ടിയും നടപടി എടുക്കേണ്ടതാണ്. പാർട്ടി നടപടി എടുക്കണം, ഒരു സംശയം വേണ്ട അതിനകത്ത്. പാർട്ടി നടപടി എടുക്കണം, ശക്തമായ നടപടി എടുക്കണം. പാർട്ടി ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുത്. ശരി ജോജി. മോഹനൻ എന്ന പ്രേക്ഷകൻ കണ്ണൂരിൽ ചേരുന്നു. മോഹനൻ, താങ്കൾക്ക് പറയാം. സാറേ, ഈ ശശിക്ക് മാത്രം ഒരു നിയമം, സാധാരണക്കാരന് വേറൊരു നിയമം. പാർട്ടിക്കാരനായതുകൊണ്ടാണോ ആ നിയമം? യഥാർത്ഥത്തിൽ നമ്മുടെ അച്ചുമാവൻ ആയിരുന്നെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയെങ്കിൽ മുഖം നോക്കാൻ നടപടി സ്വീകരിക്കുമായിരുന്നാണ് എന്റെ അഭിപ്രായം. ഇത് പിന്നെ സാധാരണക്കാരന്റെ ഒരു രാഷ്ട്രീയ ഒരു ഗവൺമെന്റ് അല്ല എന്നാണ് ഇപ്പൊ തോന്നിയത് കേട്ടിട്ട് തന്നെ. അറപ്പ് വരുന്നു അദ്ദേഹത്തോടൊക്കെ ഇപ്പം. ശരി, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് ആ പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ശരി മോഹനൻ. സന്തോഷ്, ഖത്തറിൽ നിന്ന് സന്തോഷ് എന്ന പ്രേക്ഷകനും മണ്ണാർക്കാട് നിന്ന് ജാഫർ എന്ന പ്രേക്ഷകനും ചേരുന്നു. ആദ്യം സന്തോഷിലേക്ക്. സന്തോഷ്, താങ്കൾക്ക് പറയാം. ഈ പി കെ ശശിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താങ്കൾ ഖത്തറിലിരുന്നാണ് ഇത് കാണുന്നത്. ഈ കേരളത്തിലുണ്ടായ ഈ വിവാദം, ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നടപടി ഉണ്ടാകേണ്ടതല്ലേ? അതെ, തീർച്ചയായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലുണ്ടായ ഒരു പ്രമുഖ നടിയുടെ കേസിൽ പോലീസ് ആ വിഷയം കൈകാര്യം ചെയ്തതും, അതുപോലെ തന്നെ BJP നേതാക്കൾ മെഡിക്കൽ കോളേജ് കോഴ ആരോപണത്തിൽ പോലീസ് എടുത്ത നടപടിയും ആ ശുഷ്കാന്തിയും എന്തുകൊണ്ടാണ് ഈ തിരിച്ചു വരുമ്പോൾ LDF ഗവൺമെന്റിനെതിരെയോ അല്ലെങ്കിൽ CPM-നെതിരെയോ വരുമ്പോൾ പ്രത്യേകിച്ച് MLA-മാരുടെ കേസ് പേരിലാകുമ്പോൾ അവരെന്തുകൊണ്ടാണ് ഈ രീതിയിൽ പോകുന്നത്? അതുപോലെ തന്നെയാണല്ലോ അതിന് മുമ്പ് നടന്ന ജലന്ധർ ബിഷപ്പിന്റെ കേസിലൊക്കെ ഇവർ രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്ന എന്താ? PK ശശിയുടെ പേരിൽ ഇപ്പൊ നടപടി എടുക്കേണ്ടതല്ലേ? ഇത് ഇവര് ഈ വനിതാ കമ്മീഷൻ തന്നെ പറഞ്ഞത് എന്ത് വിരോധാഭാസമാണ്? നമ്മളെല്ലാം മലയാളികൾ, ഈ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് ദഹിക്കുന്ന കാര്യമാണ്. ഇവർ കുറച്ചും കൂടി വിശാല മനസ്സോടുകൂടി ഈ കാര്യങ്ങൾ കാണുകയും ഇത് അവരുടെ ഒരു ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചാണെങ്കിൽ 1-2 MLA-മാരുടെ ഭൂരിപക്ഷത്തിലല്ലോ ഈ സർക്കാർ ഇരിക്കുന്നത്. അപ്പൊ ഇവർക്ക് നടപടി എടുത്താലാണ് ഇവർക്ക് പ്ലസ് മാർക്ക് കേരള ജനത കൊടുക്കുന്നത്. ഇവർ ഇതേ കണക്ക് വരുന്ന ഓരോ വിഷയങ്ങളിലും ഇതേ കണക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പോയാൽ ഇവിടെ നാറുന്നത് ഈ ഗവൺമെന്റും ഇവരുടെ സംവിധാനങ്ങളുമാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മലയാളികൾ ഇത് കാണുകയാണ്. അവർ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് അവർ മുൻപ് ചെയ്ത പ്രവർത്തികളെല്ലാം പുറകോട്ടടിക്കുന്നത് തുല്യമാണ്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടികളിലേക്ക് പോവുക തന്നെ വേണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ വന്ന സർക്കാർ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മഹിജ മുതൽ ഈ വിഷയം വരെ നോക്കുകയാണെങ്കിൽ ആർക്കും ഇവർ ന്യായം മേടിച്ചു കൊടുത്തതായിട്ട് കാണുവാൻ എങ്ങും കഴിയുന്നില്ല. ഒരു ഉദാഹരണം ഇവരെടുത്ത് കാട്ടട്ടെ. ഈ കേരള ജനതയുടെ മുന്നിൽ ഒരു ഉദാഹരണം, ഒരു വനിതയ്ക്ക് ഇവര് ന്യായം ഉണ്ടാക്കി കൊടുത്തതായിട്ട് കാണിക്കട്ടെ. അവർക്ക് വേണ്ടി കൊടി പിടിക്കാൻ ഇവിടെ മലയാളികൾ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാൻ ആ പാർട്ടിയുടെ രീതി പറയല്ല, ഞാനൊക്കെ മുന്നിൽ നിൽക്കും, അവർക്ക് വേണ്ടി കൊടി പിടിക്കും. ഒരു വനിതയ്ക്ക് ഒരു ന്യായം ഉണ്ടാക്കി കൊടുത്തതായിട്ട് ഇവർ പറയട്ടെ. തികച്ചും ലജ്ജാകരമാണ്, വിഷമമുണ്ട്. ശരി സന്തോഷ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൊല്ലത്ത് നിന്ന് ബാബുരാജനും ചേരുന്നു. ബാബുരാജൻ, പറയാം. ഈ പാർട്ടിക്ക് ശശിയെ ഭയമാണോ എന്നല്ല, പാർട്ടിയാണ് തമ്പുരാൻ, ശശിയല്ല തമ്പുരാൻ. പാർട്ടിയുടെ മുന്നിൽ വന്നിരിക്കുന്ന പരാതി എന്താണെന്ന് ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ വരാത്തിടത്തോളം കാലം ഒരു കാരണവശാലും ഇതെന്താണ് സംഭവമെന്ന് പൊതുജനത്തിനറിയില്ല. ഇതെല്ലാം ഊഹാപോഹങ്ങളാണ്, മീഡിയയുടെയും പല ഭാഗങ്ങളിൽ നിന്നിട്ടുള്ള ഊഹാപോഹങ്ങളാണ്. എന്താണെന്നുള്ളത് ഒരു കണ്ടന്റ് നമുക്ക് വ്യക്തമാകാത്ത സ്ഥിതിക്ക് ഒരു കാരണവശാലും അത് പോലീസിന് കൂടെ അല്ലെങ്കിൽ വനിതാ കമ്മീഷന് കൂടെ പോലീസിന്റെ മുന്നിൽ വ്യക്തമായി ഈ ആരാണ് പരാതിക്കാരി അവർ പ്രത്യക്ഷപ്പെടാതെ എങ്ങനെയാണ് പോലീസ് കേസെടുക്കുക? വനിതാ കമ്മീഷൻ എങ്ങനെ കേസെടുക്കും? ഇത് ഇപ്പോഴും അജ്ഞാതയായ ഒരു ലേഡിയാണ്. ആ ലേഡി പുറത്തു വരട്ടെ, അതിനുശേഷം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. രണ്ടാമത്, ഈ ജലന്ധർ ബിഷപ്പിന്റെ കേസ്
ഇപ്പൊ പറയുന്നുണ്ടല്ലോ, പലരും പ്രതിപാദിക്കുന്ന കേട്ടു. ജലന്ധർ ബിഷപ്പിന്റെ കേസ് പിന്നെ ശ്രീ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തതും വളരെ സമയമെടുത്ത് പലതവണ ചോദ്യം ചെയ്തിട്ടൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്. അതുപോലെ ജലന്ധർ ബിഷപ്പിനെയും അവസാന സമയത്ത് കൃത്യമായ തെളിവുകളോടെ അറസ്റ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷ. ശരി ബാബുരാജൻ. ജോസഫ് എന്ന പ്രേക്ഷകൻ ബാംഗ്ലൂരിൽ നിന്ന് ചേരുന്നു. ജോസഫ്, താങ്കൾക്ക് പറയാം ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്. എന്റെ നിലപാട്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് യാതൊരു ബഹുമാനവും കൊടുക്കാത്ത ഒരു മന്ത്രിസഭയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സത്യം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വരുമ്പം ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അല്പം പഠിക്കാനായിട്ട് ഇവിടുത്തെ മന്ത്രിമാരെ തയ്യാറാവണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. പിന്നെ പല പ്രേക്ഷകരോട് പറയുന്നുണ്ടായിരുന്നു മീഡിയ ഇല്ലെങ്കിൽ ഇവിടെ ഇത് നശിപ്പിക്കും, ഇവർ തരിപ്പണമാക്കും ഇവിടെ. ഇപ്പൊ താങ്കളോട് എനിക്കൊന്ന് പറയാനുള്ളത് വെച്ചാല്, ഇപ്പം പിണറായി വിജയന് അമേരിക്ക ചികിത്സയ്ക്ക് പോയിരിക്കുന്നത് ഇതുവരെ ബന്ധപ്പെട്ടതല്ല, എങ്കിൽ കൂടെ ഞാൻ പറയാണ്, ഈ കേരളത്തിലുള്ള എത്ര വിദഗ്ധമായ ഡോക്ടർമാരുള്ള ആശുപത്രികളിവിടെ ഉണ്ട്. ഈ ഡോക്ടർമാരോടൊക്കെ ഇൻസൾട്ട് ചെയ്യല്ലേ വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്യുന്നത്. അത് മറ്റൊരു വിഷയമാണ് ശ്രീ ജോസഫ്. ഈ വിഷയത്തിൽ, ഈ PK ശശിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരത്തിൽ ഒരു നിലപാട് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതുവരെ 3 ആഴ്ചയ്ക്ക് മുൻപ് പരാതി കിട്ടിയിട്ടും അത് പോലീസിന് കൈമാറാനോ അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ എന്തെങ്കിലും അന്വേഷണം നടത്താനോ തയ്യാറായിട്ടില്ല എന്നാണ് പരാതി. ഒപ്പം വനിതാ കമ്മീഷന്റെ ഇരട്ടത്താപ്പും ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റു പല വിഷയങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്ന വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഒഴിഞ്ഞുമാറുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത്തരം കാര്യങ്ങൾ താങ്കളുടെ അഭിപ്രായം? അതെ, അതിൽ തന്നെ ഞാനൊന്ന് സ്വല്പം ഡീവിയേറ്റ് ക്ഷമിക്കണം. അപ്പം യഥാർത്ഥത്തിൽ ഇതിപ്പം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർട്ടിയുടെ CPMന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഒരു കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നു, അത് അന്വേഷിക്കണം. പിന്നെ എന്താണ് ഈ ആളുകളൊക്കെ പറയുന്നത്? കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല. പാലക്കാട് DCG അവരുടെ പ്രസിഡന്റ് പറയുന്നു എനിക്ക് ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല. ഈ പരാതി ശശി പറയുന്നു എനിക്ക് മീഡിയയെ കൂടെ ഞാൻ വിവരം അറിയുന്നു. അപ്പൊ ഇത് മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പം മാർക്സിസ്റ്റ് പാർട്ടിയെ ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും അവര് ഈ അവരുടെ പാർട്ടിയുടെ കാര്യം വരുമ്പോൾ എല്ലാ നിയമങ്ങളും അവർ മറക്കും. മറ്റുള്ള ഏതെങ്കിലും പാർട്ടിയുടെയോ മറ്റുള്ള വ്യക്തിത്വത്തിന്റെ കാര്യം വരുമ്പോൾ ഈ ഇതുണ്ടല്ലോ കുട്ടിക്കുരങ്ങന്മാരെ ചൂടിയോട് വാഴുക എന്ന് പറഞ്ഞുള്ള SFIക്കാരും ഇവരെയൊക്കെ റോഡിലിട്ടുണ്ട് മനുഷ്യനെ ബന്ധു ഡിക്ലെയർ ചെയ്യുക, ആളുകളെ യാത്ര ബ്ലോക്ക് ചെയ്യുക, പൊതുസംഘങ്ങൾ അടിച്ചു പൊളിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ഇവർ ഭരണം നടത്തുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ ജോസഫ്. കോട്ടയത്ത് നിന്ന് പ്രസാദ് എന്ന പ്രേക്ഷകനും പാലക്കാട്ട് നിന്ന് ഇബ്രാഹിമും ചേരുന്നു. ആദ്യം പ്രസാദിലേക്ക് പോയാൽ, പ്രസാദ് താങ്കൾക്ക് പറയാം ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്. നമസ്കാരം. ഈ വിഷയത്തിനകത്ത് 4 കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ടുള്ളത്. 1 ഇതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങള്, 2 ഇതിന്റെ കീഴ്വഴക്കങ്ങള്, 3 ഇവിടെ പലരും പറയുന്ന കേട്ടു പാർട്ടി എടുക്കുന്ന നടപടി, 4 ഇത് ഈ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ക്രമസമാധാന നില. ഈ 4 വിഷയങ്ങളെ കുറിച്ചും പറയാം. 1 നിയമപരമായിട്ട് പല പ്രേക്ഷകരും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് മാധ്യമങ്ങളിൽ കൂടി വന്ന ഒരു വാർത്ത മാത്രമാണ്. ആ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി ഈ പറഞ്ഞ ആൾക്കാർക്ക് നിയമ സംവിധാനത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതേസമയം അല്ല ശിവപ്രസാദ്, ഈ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പാർട്ടിയുടെ നേതൃത്വം, ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു പരാതി ലഭിക്കുമ്പോൾ കീഴ്വഴക്കമനുസരിച്ച്, നിയമമനുസരിച്ച് പോലീസിന് കൈമാറേണ്ടതല്ലേ? ഞാൻ അതിലേക്ക് വരുവാണ്. 2ാമത്തെ പോയിന്റ് അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിപ്പോ വളരെ വ്യക്തമായിട്ടും നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കുന്നത്. ശരി. അപ്പൊ ആദ്യത്തെ സംഭവം നിയമപരമായിട്ട് ഇങ്ങനെയാണ്. 2ാമത്തെ സംഗതിയാണ് ഇതിന്റെ കീഴ്വഴക്കം. ഇതിൽ നിയമപരമായിട്ടുള്ള ഒരു വ്യക്തമായ ഒരു ടേമാണ് സുവോമോട്ടോ, സ്വമേധയാ കേസെടുക്കാം. വെറും ഊമക്കത്തിന്റെ പുറത്ത് ഹൈക്കോടതി കേസെടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊഴിലിടത്തിലെ സ്ത്രീ പീഡന നിയമം എന്താണ് പറയുന്നത്? സ്ത്രീ പീഡന വിഷയത്തിനെ കുറിച്ച് അറിഞ്ഞാൽ മേധാവി അടുത്ത പോലീസ് സ്റ്റേഷൻ ഉടനെ പരാതി കൊടുക്കണം. അതിവിടെ ലംഘിച്ചിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ വളരെ ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞു, മീഡിയയൊക്കെ ഇപ്പോഴല്ലേ അറിഞ്ഞു, ഞങ്ങൾ 15 ദിവസമായിട്ട് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ വിഷയം, അപ്പൊ താങ്കൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. 3ാമത്തെ വിഷയം പാർട്ടി നടപടി എടുക്കണോ വേണ്ടോ എന്നുള്ളത്. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിൽ നീതിന്യായ വ്യവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ ഉത്തരേന്ത്യയിലുള്ള പോലെ ഖാപ്പ് പഞ്ചായത്തുകൾ എന്ന് പറയുന്ന ആൾക്കാരെ മൊട്ടയടിക്കാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ വിധി പ്രസ്താവിക്കുന്ന ഒരു സംഗതി ഉത്തരേന്ത്യ നടക്കട്ടെ. പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യം ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന പോലെ പാർട്ടി പ്രവർത്തിക്കട്ടെ. 4ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ നാട്ടിലെ ഇന്നത്തെ ക്രമസമാധാന നിലയെ കുറിച്ച്
മാധ്യമങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു ചെറിയ തമാശ ചെയ്തു. ഞങ്ങളുടെ MLA മുകേഷിനെ കാണാനില്ല എന്നും പറഞ്ഞൊരു പരാതി കൊടുത്തു. അത് നിയമം അനുശാസിക്കുന്ന പോലെ SI പരാതി സ്വീകരിച്ച് രസീത് കൊടുത്തു. അതാണ് ഇന്ത്യയിലുള്ള നിയമം. തന്റെ ജോലി ചെയ്തതിന് ആ SIയെ പിണറായി വിജയൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശിക്ഷിക്കുകയും അതോടുകൂടി കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇന്നൊരു പരാതി കൊടുക്കാൻ പരാതിക്കാരന് രസീത് കൊടുക്കത്തില്ല. പരാതിയിൽ എന്ത് മണ്ടത്തരം ആയിക്കോട്ടെ, നിയമം ചെയ്യാൻ പോലീസുകാർ ബാധ്യസ്ഥരാണ്. വാളയാർ പീഡന കേസിൽ ആ അമ്മ കൊണ്ട് പരാതി കൊടുത്തതിൽ യാതൊരു തെളിവുമില്ല. ഇങ്ങനെ എറണാകുളത്ത് ഷെറിന്റെ അച്ഛൻ രാത്രി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നതിനൊന്നും ഒരു പരാതിയില്ല. കുട്ടിയുടെ ശവമാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഒന്നാം പ്രതി കോടിയേരി ബാലകൃഷ്ണനാണ് ഈ പരാതി മറച്ചു വെച്ചതില്. അതാണ് മാധ്യമങ്ങൾ വെളിയിൽ കൊണ്ടുവരേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കി PK ശശിയെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യണം. അതാണ് നിയമം. ഇന്ന് 1 മണിക്കൂറിനുള്ളിൽ FIR എടുക്കുക, അയാളെ അറസ്റ്റ് ചെയ്യണം. ശരി ശിവപ്രസാദ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പാലക്കാട്ട് നിന്ന് ഇബ്രാഹിം എന്ന പ്രേക്ഷകനും ചേരുന്നു. ഇബ്രാഹിം, താങ്കൾക്ക് പറയാം, ഇതുവരെ സംസാരിച്ചതൊക്കെ താങ്കൾ കേട്ട് കാണും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും താങ്കൾ പാലക്കാടുകാരനാണ്, താങ്കളുടെ ജില്ലയിലാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്. താങ്കളുടെ നിലപാട് ഇക്കാര്യത്തിൽ? സാർ, നമുക്ക് ഇവിടെ പകൽ പോലെ കാര്യങ്ങൾ വെളിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളിലും മറ്റും നമ്മൾ കേട്ടുകേൾവിയുള്ള സംഭവങ്ങൾ തന്നെയാണ്. അതായത് അവരവർ പാർട്ടി ഭരിക്കുന്ന സമയത്ത് ആ പാർട്ടിയിൽ മറ്റേ ആഭ്യന്തര പ്രശ്നങ്ങളോ ഇതുപോലുള്ള കാര്യങ്ങളോ വരുമ്പോൾ അവർ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്ത് അത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതി ഒരുപാട് നമ്മൾ സാംസ്കാരിക കേരളം കണ്ടിട്ടുള്ളതാണ്, അല്ലേ? അതെ. പക്ഷെ ഇവിടെ PK ശശിയുടെ പേരിൽ ഗുരുതരമായ കുറ്റം ആരോപിച്ചിട്ടുണ്ട്. എന്റെ ശ്രദ്ധയിൽ വന്ന ഒരു വലിയൊരു വിഷയം എന്നത് ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആണുങ്ങളല്ലേ, പുരുഷന്മാരല്ലേ, അതൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് ഇപ്പോ നമ്മുടെ ഒരു പഴയ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് കടമെടുക്കാൻ തോന്നുന്നത്. അപ്പൊ അതുപോലെ ഇതുപോലെ കമ്മീഷൻ അധ്യക്ഷന്റെ കോർപ്പറേഷന്റെയും മറ്റും തലപ്പത്തിരിക്കുന്നവരെ ഇത്തിരിയെങ്കിലും സംസ്കാരമുള്ളവരെ, ഒരു ബുദ്ധിയുള്ളവരെ ഇരുത്തണം എന്നാണ് എന്റെ വലിയ ഒരു അപേക്ഷ ഈ സമയത്ത്. ശരി ശരി ഇബ്രാഹിം. തലശ്ശേരിയിൽ ദാസൻ എന്ന പ്രേക്ഷകനും ചേരും. ദാസൻ, താങ്കൾക്ക് പറയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാട്. സാറ്, അത് ഈ പാർട്ടിയിലായോണ്ടല്ലേ ശശി ഇത്ര നിൽക്കുന്നത്. ശശി ഇന്നലെ നിങ്ങളെ വാർത്ത തന്നെ കാണിച്ചല്ലോ. ശശി എന്ന് പറഞ്ഞ് ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, പാർട്ടിയിലാണ് നമുക്കെല്ലാം ചെയ്യാന്നുള്ള ഒരു ഇതിൽ തണ്ടയെടുത്തില്ല അവർ പറഞ്ഞത്. പിന്നെ ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പൊ ഞാൻ തന്നെ കുറെ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് ഇപ്പൊ ഒരു ലോക്കൽ സെക്രട്ടറി ഉണ്ട്, ഇപ്പൊ അയാളെ മാറ്റി. എത്ര പെണ്ണ് നടക്കുന്നത് ഈ പാർട്ടിക്കാർ. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ദാസനുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ. പാർട്ടി MLA പീഡനാരോപണത്തിൽ കുടുങ്ങിയപ്പോൾ നടപടിയെടുക്കാൻ CPM മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏതു വിഷയത്തിലും ആർജവമായി പ്രതികരിക്കുന്ന വനിതാ കമ്മീഷനും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ വിഷയമാണ് പൊതുവേദി പരിശോധിക്കുന്നത്. ഡേവിസ് എന്ന പ്രേക്ഷകൻ പാലക്കാട്ട് നിന്ന് ചേരുന്നു. ഡേവിസ്, താങ്കൾക്ക് പറയാം ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് പറയുന്നത്, പാലക്കാടല്ല. എനിക്ക് പറയാനുള്ളത്, CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഭയപ്പെട്ട് ആ സ്ത്രീ, ഒരു വിദ്യാഭ്യാസമുള്ള ഒരു യുവതി പോലീസിൽ പരാതി നൽകാൻ മടിക്കുന്നു, ഭയപ്പെടുന്നു എന്നതാണ് നമ്മുടെ ജനാധിപത്യ സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഒരു പീഡനത്തിനിരയായ ഒരു സ്ത്രീക്ക് തന്റെ കാര്യം വെളിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുന്നതിനോ ഈ പാർട്ടിയെ ഭയപ്പെടുന്നു എന്നതിലാണ് കേരളീയ സമൂഹം ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ CPM ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് തന്നെയാണ് MC ജോസഫൈൻ എന്ന് പറയുന്ന കമ്മീഷൻ ചെയർമാൻ പറഞ്ഞിട്ടുള്ളത്. CPM ഇത് നാളുകളിൽ ഇത്ര വിഷയങ്ങളിൽ CPMന്റെ നേതാക്കന്മാർ പ്രതികളാകുന്ന വിഷയങ്ങളിൽ ഇരകൾക്ക് വേണ്ടി നിൽക്കുന്നതിന് പകരം പീഡകരോടൊപ്പം നിൽക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ശരി ഡേവിസ്. സിജു എന്ന പ്രേക്ഷകനും ചേരുന്നു. സിജു, പറയാം. ഇത് ഫ്രാങ്കോ മുളയ്ക്കലും അതുപോലെ ഈ ശക്തിയൊക്കെ അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്ങിൽ അടയ്ക്കേണ്ടതല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇതിൽ ഈ സംഭവത്തിൽ ഇപ്പൊ ഇതേ പർട്ടിക്കുലർ നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ DYFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അവരെ സംബന്ധിച്ച് അവർക്ക് തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ സംഭവം വെളിച്ചിട്ട് കൊണ്ടുവരേണ്ട അനിവാര്യത. കാരണം മറ്റൊന്നുമല്ല, ഈ പെൺകുട്ടി പാർട്ടിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ സമ്മർദ്ദത്തിലൂടെ ആ പരാതി പിൻവലിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പറയുന്നത്. 1 കോടി രൂപ എങ്ങാണ്ട് വാഗ്ദാനം ചെയ്തു എന്നൊക്കെ മാധ്യമ വാർത്തകൾ പറയുന്നു. എന്ന് മാത്രമല്ല, DYFIയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അവർക്ക് പ്രൊമോഷൻ വാഗ്ദാനം ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ പറ്റി പോലും തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇപ്പൊ സ്റ്റേറ്റ് ലീഡർഷിപ്പിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പോലും അവരെ കുറിച്ച് ആളുകളുടെ ഇടയിൽ വല്ലാത്ത ചിന്താഗതി ഉണ്ടാവില്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശക്തമായ നടപടി ഉണ്ടാവണം. അവരെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടക്കണം. ഇയാളെ മാത്രമല്ല, നമ്മുടെ ബിഷപ്പിനെ കൂടി. ശരി ശരി സിജു, വ്യക്തമാണ് അഭിപ്രായം. സൗദിയിൽ നിന്ന് രഞ്ജിത്ത് എന്ന പ്രേക്ഷകനും ചേരുന്നു. രഞ്ജിത്ത്, പറയാം.
ഹലോ, രഞ്ജിത്ത് പറയാം. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. ഇപ്പോ ഇത് സ്ത്രീ ഏതായാലും പോലീസിലേക്ക് ഇത് പരാതിപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും പാർട്ടിയിൽ ഇത് അറിയിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. പാർട്ടി അതിനായിട്ടുള്ള നടപടി സ്വീകരിക്കും തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാനൊരു CPM അനുഭാവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള പാർട്ടികൾ, അതായത് മുസ്ലിം ലീഗ്, കോൺഗ്രസ്, BJP, കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ ഉണ്ണിത്താൻ എന്നിവർക്ക് കൊടുത്ത പരിഗണനയൊന്നും ഒരു പ്രവർത്തകരും ഈ പി കെ ശശിക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. തെറ്റുകാരനാണെങ്കിൽ അതിന് വേണ്ട നടപടി പാർട്ടി സ്വീകരിക്കും. ഒരിക്കലും അണികൾ അതിനെ അനുകൂലിക്കുന്നതല്ല. തീർച്ചയായും വ്യക്തമാണ് രഞ്ജിത്ത് താങ്കളുടെ അഭിപ്രായം. സജീവ് എന്ന പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന്. സജീവ്, താങ്കൾക്ക് പറയാം. സജീവ് കേൾക്കാമോ? ഹലോ, സജീവ് കേൾക്കാമോ? ഇക്ബാൽ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഇക്ബാൽ, താങ്കൾക്ക് പറയാം. ഇക്ബാൽ, നടപടി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒന്നുകൂടി പറയൂ, ഒന്ന് ആവർത്തിക്കാം. ശശി തെറ്റുകാരനാണെങ്കിൽ ശക്തമായി നടപടിയെടുക്കണമെന്ന എന്റെ അഭിപ്രായം. കാരണം അതുപോലെ തന്നെ ആ ബിഷപ്പിനെതിരെയും ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകണം. ഇവരെല്ലാം സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, അതാണ് എനിക്ക് ഈ അഭിപ്രായത്തിൽ പറയാനുള്ളത്. ശരി ഇക്ബാൽ, താങ്കളുടെ അഭിപ്രായവും വ്യക്തമാണ്. വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ നിരവധി പ്രേക്ഷകർ പങ്കുവെക്കുന്നു. PK ശശിയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ച പാർട്ടി പ്രവർത്തകർ, പാർട്ടി അനുഭാവികൾ പോലും പാർട്ടി തലത്തിൽ നടപടി ഉണ്ടാകണം, സംരക്ഷിക്കുന്ന നിലപാട് ആരുടെയും ഭാഗത്തുനിന്നുണ്ടാകരുത് എന്ന കൃത്യമായ നിലപാട് അറിയിക്കുകയാണ്. പല പ്രേക്ഷകരും, ഏതാണ്ട് ഭൂരിഭാഗം പ്രേക്ഷകരും ഈ വിഷയത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകണം എന്ന രീതിയിൽ പ്രതികരിക്കുന്നു. സജീദ് എന്ന പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് ചേരും. സജീവ്, താങ്കൾക്ക് പറയാം. ഹലോ സജീവ്, പറയാം. അത് ഞാൻ ഈ ജോസഫിന്റെ അഭിനയം കേട്ട് നമുക്ക് ചിരി വരെയാണ്. എന്താണ് അവർ കാണിക്കുന്നത് TV കിടന്നിട്ട്? അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ഏറ്റെടുക്കാൻ തന്നെ ഇതിനെന്ത് ഏറ്റെടുക്കാൻ എന്ത് കുഴപ്പം അവർക്ക്? ശരിയല്ലേ? അതെ. എന്തുകൊണ്ടാണ് അവരെങ്കിലും മൗനം പാലിക്കുന്നത്? അത് ചോദിക്ക്. അല്ലെങ്കിൽ അവരവരുടെ ഉണ്ടമ്പ് രൂപക്കാൻ പോകാൻ പറ അവരുടെ രാജി വെച്ചിട്ട്. അതെ, ഈ പാർട്ടിയുടെ നിലപാടോ സജീവ്? പാർട്ടിയുടെ നിലപാട്, പാർട്ടിനെ പറ്റി നമുക്കറിയാമല്ലോ. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പാർട്ടി തെറ്റ് അത് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ താങ്കളുടെ വിമർശനം വനിതാ കമ്മീഷനെതിരെയാണ്. അത്രേ ഉള്ളൂ. അവരെന്താ ഒരു ഉരുണ്ട് കളിക്കാൻ നമുക്ക് ചിരി വരെയാണ്. അവര് അങ്ങോട്ട് പോണ കേസ് ഇങ്ങോട്ട് ഏറ്റെടുക്കും. ഇതുകൊണ്ട് എന്ത് ഏറ്റെടുക്കും? പരാതി കിട്ടില്ല, അവർ അന്വേഷിക്കോളൂ എന്ന് പറയണത്. അതെന്തുകൊണ്ടാണത്? ശരി സജീവ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജയൻ എന്ന പ്രേക്ഷകൻ കോഴിക്കോട്ട് ചേരുന്നു. ജയൻ, താങ്കൾക്ക് പറയാം, ഈ വിഷയത്തിൽ PK ശശിയെ പോലെ പാലക്കാട്ടെ ഒരു പ്രമുഖ നേതാവ് ഇത്തരത്തിൽ ഒരു ആരോപണത്തിൽ പെടുമ്പോൾ എന്തുകൊണ്ട് പാർട്ടിയുടെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നില്ല? കൃത്യമായ പരാതി ലഭിച്ചിട്ടും അത് പോലീസിന് കൈമാറാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഈ ഡിവൈഎഫ്ഐ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അവര് പാർട്ടിക്ക് നടപടിയെടുക്കാനുള്ള വകുപ്പുണ്ട്. ഇത് പോലീസിനല്ലേ അവര് കൊടുക്കേണ്ടത്? ഈ പോലീസിനല്ലേ നടപടിയെടുക്കാൻ കേസ് കൊടുക്കണം? അതെ, പോലീസിലേക്ക് ഈ ഇത്തരത്തിലൊരു പരാതി ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അത് പോലീസിൽ കൈമാറേണ്ട ഉത്തരവാദിത്തമുണ്ട് ഈ ബന്ധപ്പെട്ടവർക്ക്. അതെല്ലാം അത് പോലീസിന് കൈമാറേണ്ടത് പാർട്ടിയാണ്. അവർക്ക് നേരിട്ട് പോലീസിന് കംപ്ലൈന്റ് ചെയ്യാലോ. അവർ പാർട്ടി തലത്തിൽ ഒരു പക്ഷേ പാർട്ടി അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഭാഗത്ത് തനിക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാണും. കാരണം അവർ അടിയുറച്ച പാർട്ടി പ്രവർത്തകർ കൂടിയാണ്. അതെ, അവർക്ക് പാർട്ടിയിൽ എന്ത് നീതിയാണ് ലഭിക്കേണ്ടത്? ഏത് നീതി ലഭിക്കാൻ പ്രതീക്ഷിക്കുന്നത്? സജീവ്, ജയൻ പറയാം. ജയനുമായുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. സനോജ് തിരുവനന്തപുരത്ത് ചേരുന്നു. സനൽ എന്ന പ്രേക്ഷകൻ. സനൽ, താങ്കൾക്ക് പറയാം. എനിക്ക് MLA ചോദിക്കാനുള്ള ഇത്രയും TV ചാനലുകളില് പറഞ്ഞോളൂ കേൾക്കാം. TV ചാനലുകളിൽ ഇത്രയും ഒരു സ്വീകരണക്കാരനായിട്ട് കുറ്റപ്പെടുത്തിയിട്ട് അയാൾ എന്താ ഒരു മാനനഷ്ടക്ക് ഫയൽ ചെയ്യാത്ത? അതിനുള്ള സമയമായി കാണില്ല. നിങ്ങളെ പോലുള്ള ചാനലുകാർക്ക് ഒരു വക്കീൽ നോട്ടീസ് എങ്കിലും അയച്ചൂടെ? അത് ഒന്ന് ഇത്രയും കുട്ടിഘോഷിച്ചിട്ട് ആരെങ്കിലും ആ വിക്ടമിന് വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിക്കുന്നത് ഞാൻ ഇന്നലെ മുതൽ കാണുന്നില്ല. ശരി, അവരെ സംസാരിക്കണ്ടേ? അത് ചെയ്യുന്നില്ലല്ലോ. ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് പോലും ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അവര് ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്? ഗവൺമെന്റ് ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്?
ശരി 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 സനൽ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പെരിന്തൽമണ്ണയിൽ നിന്ന് സൂര്യനാരായണൻ എന്ന പ്രേക്ഷകനും ചേരുന്നു. സൂര്യനാരായണൻ, താങ്കൾക്ക് പറയാം ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്. ഞാൻ റെക്കോർഡിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞോളൂ. ചോദിക്കാനുള്ളത്, പാർട്ടിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പാർട്ടിയിൽ വിശ്വാസമുണ്ട്. പോലീസിന് പരാതി കൊടുത്തു എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോലീസിന് പരാതി കൊടുക്കാത്ത ഒരു കേസിൽ പാർട്ടിയിൽ പല പരാതികളും വരുന്നു. ചോദിക്കാൻ നിങ്ങൾക്ക് എവിടുന്ന് പരാതി, ഏത് പാർട്ടി മെമ്പർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പരാതി തന്നു? അതൊന്നും നിങ്ങൾ ഇപ്പൊ ഒന്ന് ആ ടി വിയിലൊന്നും വെറുതെ ഞഞ്ഞാമീന പറഞ്ഞിട്ട് വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് ടി വിയിൽ വെച്ചൊരു വാർത്തനം പറയാൻ പറ്റില്ല. നിങ്ങൾ ടിവിയിൽ കൊടുക്കുക, ഓൺലൈനിൽ കൊടുക്കുക, ഞാൻ ഇവിടെ നിന്ന് കാണുക, എനിക്ക് കാണണം. ശ്രീ സൂര്യനാരായണൻ, അങ്ങനെയല്ല. ഒരു പാർട്ടി പ്രവർത്തകയായ സ്ത്രീ ഇത്തരത്തിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പരാതി കൊടുത്തിട്ട് 3 ആഴ്ചയായി. അത് നിയമപരമായി അത്തരത്തിൽ ഒരു സ്ത്രീപീഡന പരാതി ലഭിക്കുമ്പോൾ അത് പോലീസിന് കൈമാറേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു സംഭവം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ടിവിയില് അപ്പൊ നിങ്ങൾക്ക് എന്താ ഉദ്ദേശം? ഇതിനെ കരിവാരി തേക്കണോ? ഇപ്പോഴത്തെ ഈ ദുരിതാശ്വാസ പ്രളയത്തിനും മറ്റേ പിണറായി വിജയൻ നടത്തിയതിനെ കുറിച്ചുള്ള നശിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം? അങ്ങനെ ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അതിൽ കൊടുക്കും ഓൺലൈനിൽ. സൂര്യനാരായണൻ, ഈ ഞങ്ങളാരും പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയല്ല ഇത്. ഇത് നിങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര നേതൃത്വം പ്രകാശ് കാരാട്ട് തന്നെ ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്രകാശ് കാരാട്ട് തന്നെ ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു ക്രിമിനൽ കേസ് അറിയോ? ഞാനൊരു അഡ്വക്കേറ്റാ, ഞാൻ പറയട്ടെ. ഒരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം, അതല്ലെങ്കിൽ കോടതിയിൽ കൊടുക്കാം, അതല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പറയാം. അപ്പോഴാണ് അത് പരസ്യമായിട്ട് വരിക. നിങ്ങൾക്ക് കിട്ടി കേട്ടു എന്ന് പറയുന്ന അർത്ഥമില്ല. മനസ്സിലായില്ലേ? ശരി 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 സൂര്യനാരായണൻ, താങ്കളുടെ വികാരം മനസ്സിലാകുന്നു. കൊല്ലത്ത് നിന്ന് പ്രേക്ഷകൻ സുധീഷ് എന്ന പ്രേക്ഷകനും ചേരുന്നു. പറയാം സുധീഷ്. സാർ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരുത്തരും തന്നെ ഇന്ത്യയിലെ നിയമം പാലിക്കാൻ അവകാശമുള്ളവരാണ്. ഇവിടെ ആവശ്യമുള്ളവനും ഇല്ലാത്തവനും എല്ലാം കേസെടുക്കുന്ന വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇവിടുത്തെ നിയമം, കോടതികളൊക്കെ ഇതിന് സ്വയം കേസെടുക്കണം ഇത്തരം കാര്യങ്ങൾക്ക്. ഇവിടെ സ്ത്രീ പീഡനം നടന്നാൽ ഇപ്പൊ ഒരു ബിഷപ്പാണെങ്കിൽ അവർക്കെതിരെ നടപടി വരാൻ താമസം. ഒരു സാധാരണ പൗരനായിരുന്നെങ്കിൽ ഇപ്പൊ അവരെ എല്ലാം എന്നെ പിടിച്ച് ജയിലിലിട്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ പരാജയം. ഇവിടുത്തെ ശരി സുധീഷ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഇത്തരത്തിൽ നിരവധി പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. PK ശശിക്കെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടി ഉണ്ടാകുന്നില്ല, പോലീസിൽ കേസ് കൈമാറുന്നില്ല, ഒപ്പം വനിതാ കമ്മീഷൻ നിലപാടിനെ വിമർശിച്ച നിരവധി പ്രേക്ഷകർ രംഗത്തെത്തി. ന്യൂസ് 18 പൊതുവേദി അവസാനിക്കുന്നു. നമസ്കാരം.